അയ്യോ നമ്മളപ്പോൾ ഇന്ന് കളിക്കാൻ വന്ന ഗെയിമിൻ്റെ പേരാണ് നമ്മൾ നേരത്തെ കളിച്ച ഗെയിം തന്നെയാണ്. അന്ന് നമ്മൾ കുറച്ചാണ് കളിച്ചത്. ഇന്ന് നമ്മൾ മിനിമം ഒരു 3 റേസിങ്ങും ചെയ്യും. നമ്മുടെ ഗെയിമിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ റേസിംഗ് മാസ്റ്ററാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗെയിമിൻ്റെ സെറ്റിങ്സൊക്കെ ഒന്ന് വരണം. വേറൊന്നുമല്ല, അതിനെ മാറ്റിയിട്ടുണ്ട് ഗെയ്സ്. നമ്മൾ സെറ്റിങ്സ് മാറ്റിയിട്ടുണ്ട്. ഞാൻ അവിടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിക്കാതിരുന്നത്. നമ്മുടെ നേരത്തെ വീഡിയോ ഈ വീഡിയോ നമ്മൾ എടുത്ത് നോക്കിയാൽ നമുക്ക് ആ ഗ്രാഫിക്സിൻ്റെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മളപ്പോൾ ഒരു റേസ് ആകാൻ പോവാണ്. എന്താ ഈ റേസ് ജയിച്ചോ തോക്കുമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ നേരത്തെ പോലത്തെ ഗെയിമിംഗ് വീഡിയോയിലുണ്ടായിരുന്ന സൗണ്ട് ഇഷ്യൂ ഒക്കെ നമ്മൾ ഈ തവണ മാറ്റിയിട്ടുണ്ട്. ചെറിയൊരു നെറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നേരത്തെ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് ഈ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് നോക്കി കഴിഞ്ഞാൽ എനിക്കുള്ളത് കാണാൻ കഴിയും. എടാ ഇവന്മാരുടെ കാറൊക്കെ നമ്മളെയൊക്കെ കൂടുതലാണ്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ റാങ്ക് എത്രയാണെന്ന് മനസ്സിലാവും. ആ ഒരു റാങ്ക് ഈ ഒരു റാങ്ക് വെച്ച് നോക്കുമ്പോൾ കുറേ ഡിഫറൻസ് ഉണ്ട്. അത് കാരണമാണ് നമ്മളിപ്പോൾ ഏറ്റവും ബാക്കിലിരിക്കുന്നത്. അല്ലേ വണ്ടി മാക്സിമം സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. നിങ്ങൾ അറൗണ്ട് നോക്കി മനസ്സിലാവും. നമ്മൾ പരമാവധി ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് വേറെ അവൻ കൊണ്ട നമ്മളിപ്പോൾ തന്നെ ഡ്രിഫ്റ്റ് അങ്ങനെ മുട്ടം പണിയായതുകൊണ്ട് നമ്മളിപ്പോൾ ഏറ്റവും ബാക്കിൽ നിന്ന് വന്നു. ഇല്ലില്ല, നമ്മുടെ ബാക്കിൽ എടുത്തിട്ടുണ്ട്. അവന് ഒരു ഫുൾ റോഡ് എടുക്കാൻ അവനും കയറി പോകും. ഡ്രിഫ്റ്റൊക്കെ ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യേണ്ടി ഇവന്മാരെ പിടിക്കാൻ വേണ്ടി നമ്മൾ പിടിക്കേണ്ടോ ഇതൊക്കെ ഗെയിം ഇല്ല. അല്ല നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗെയിം ഇവിടെ വെച്ചപ്പോഴേക്കും എൻ്റെ ആയിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. ഇവിടെ വെച്ച് ഡ്രിഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗെയിം ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യത്തെ ഗെയിം ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ ഗെയിം എൻ്റെ ആയിരുന്നു ഫസ്റ്റ് മാച്ച്. നമ്മുടെ കാർ മാക്സിമം ഓരോന്ന് പരമാവധി സ്പീഡിൽ പോകുന്നുണ്ട്. ഇപ്പോൾ അവിടെ വെച്ചൊരു കട്ടായത് അതിൻ്റെ സെറ്റിങ്സ് പറ്റാനെടുത്താണ്. അങ്ങനെ നമ്മൾ മാക്സിമം ത്രോട്ടിൽ തന്നെയാണ് പോണത്. അമ്മമാരെ പിടിക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. അവിടെ പോക്കായിട്ട് അമ്മാതിരി പോക്കാണ്. ഞാൻ പറഞ്ഞില്ല, റാങ്കിൻ്റേതായ രീതിയിൽ നമ്മുടെ ഗെയിം പ്ലേയും മെച്ചപ്പെടേണ്ടി വരും. അപ്പം നമ്മുടെ ഡ്രിഫ്റ്റിംഗ് ഒന്നും അത്രയ്ക്ക് ശരിയായിട്ടുള്ള, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട്. പ്രൈസ് കയ്യാറായെന്ന് തോന്നുന്നു. നമ്മുടെ അടുത്ത് തന്നെ ഒരുത്തൻ എത്തിയുണ്ട്. നമുക്ക് പിടിക്കുകയാണെങ്കിൽ പ്രൈസ് കഴിക്കാം, പക്ഷേ ഇല്ല. എടാ അവനും കയറിപ്പോയി. നമ്മളങ്ങനെ ഈ റേസ് സക്സസ്ഫുള്ളി പരാജയപ്പെട്ടിരിക്കുന്നതാണ്. 6th റാങ്കായി. നമ്മളുടെ ആദ്യത്തെ കളിയൊക്കെ നമ്മൾ ഭയങ്കര ഈസി ആയിട്ട്, പിന്നെ ഈ കളിയിലോട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. ഡിഫറൻസ് നിങ്ങൾക്കിപ്പോൾ ആ സ്കോറുണ്ടൊക്കെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അത്രയ്ക്ക് ഈസിയൊന്നുമല്ല. നമുക്ക് 20 മൈനസ് ആയിട്ടുണ്ട് കേട്ടോ. ലക്ഷമായി. എന്തായാലും നമ്മൾ തോറ്റേണ്ട്. ഇനി അടുത്ത കളിയിൽ നമുക്ക് എന്തെങ്കിലും പിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിലേ രക്ഷയുള്ളൂ. നമ്മൾ അടുത്ത കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓട്ടോ സ്റ്റാർട്ടായി പോയതാട്ടോ. അത് ഞാൻ അറിഞ്ഞില്ല സ്റ്റാർട്ടായത്. പിന്നെ നെറ്റിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിൻ്റേതായ കുറച്ച് പ്രോബ്ലങ്ങളാട്ടോ അത്. ഗെയിം സ്റ്റാർട്ടാകുന്നുണ്ട്. അത് നമ്മുടെ നേരത്തെ ആനിമേഷൻസ് കാണിച്ചൊന്നും ഇപ്പോൾ ഈ തവണ ഉണ്ടായിരുന്നില്ല. അത് നമ്മുടെ ഗ്രാഫിക്സ് കുറഞ്ഞിട്ടുണ്ടെന്ന് ഇല്ലേ. കാറിനൊക്കെ ഒരു ഇരുണ്ട കളറായി മാറുന്നുണ്ട്. ഗ്രാഫിക്സ് ചേഞ്ച് ആയതുകൊണ്ട് ഞാൻ സെറ്റ് ആക്കണമെന്ന് തോന്നുന്നു. ഈ കളിയുടെ ഇടയിൽ വെച്ച് ഗ്രാഫിക്സ് ഒരു കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഗ്രാഫിക്സ് മാറ്റിയിട്ടുണ്ട് എന്തായാലും. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിക്കിൻ്റെ ചേഞ്ച് മനസ്സിലാവുണ്ടാവും. വേറെ എത്രയും നേരം നമ്മൾ നോക്കാൻ നേരത്ത് ഡ്രിഫ്റ്റ് ഇതിലായിട്ട് നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. തട്ടി ഇത്രയും കുഴപ്പമില്ല. നമ്മൾ മുന്നിലായിട്ട് തന്നെ പോകുന്നുണ്ട്. അവിടെ വെച്ചൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മൾ ആകെ കഴിച്ചിട്ടുള്ളൊരു
നമ്മളിപ്പോൾ പുതിയതായിട്ട് കിട്ടിയ മാപ്പാണ് നമ്മളിതിലായിട്ട് ഈ മാപ്പിൽ കളിച്ചിട്ടുള്ള ഡ്രിഫ്റ്റ് ഇതിൽ കുറേ ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള സ്പോട്ട് ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടോ അവിടെ അവിടെ കളി ഇല്ലല്ലോ. അവിടെ നമ്മൾ ഈ തവണ ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ വന്നിട്ടുണ്ട് കളി അധികം. അവിടെ കളി കഴിഞ്ഞിട്ടാ ഇവിടെ ഈ കളി നമ്മൾ എത്ര സ്കോർ അടിച്ചെന്ന് നോക്കാട്ടാ. അയ്യോ അവിടെ നമ്മൾ സെക്കൻഡ് അടിച്ച്, അതാണ് പവർ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഫസ്റ്റ് കളി പോയാലും കളി അങ്ങോട്ട് മനസ്സിലാകുമ്പോൾ നമ്മൾ പിന്നെ ഫസ്റ്റ് തന്നെ ആയിരിക്കും. സെക്കൻഡാണ് എന്നാലും സെക്കൻഡ് അടിച്ചില്ലേ. ഫസ്റ്റത്തെ ഈ കളിയും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ വ്യത്യാസം കാണാൻ കഴിയുണ്ടാവും. അവിടെ എന്തായാലും ഈ ഗെയിം നിങ്ങളൊന്ന് കളിച്ചോളാം. നിങ്ങളൊരു കാർ റേസിങ് ഗെയിം നോക്കുകയാണെങ്കിൽ, കാർ റേസിങ് ലവറൊക്കെ ആണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. BMW അടക്കം മിക്ക കാഴ്ച ഇതിൽ നിങ്ങൾക്ക് കിട്ടും. ഇതാണ് നമ്മൾ സെക്കൻഡിൽ എത്തിയുണ്ട്. നമുക്കൊരു റേസും കൂടിയും പോയാലോ? നമ്മൾ അടുത്ത റേസ് സ്റ്റാർട്ട് അടിച്ചാൽ കിട്ടാം. അവിടെ ഗെയിം നിങ്ങൾ കളിച്ചു തുടങ്ങിയാൽ പിന്നെ എന്തായാലും ഒരു പ്രാവശ്യം കളിച്ചു കഴിഞ്ഞാൽ പിന്നെ കളിക്കാനുള്ളൊരു ഇത് തോന്നും. പിന്നെ ഒരു പ്രാവശ്യം തോറ്റൊക്കെ കഴിഞ്ഞാൽ ഒരു ഇത് അങ്ങോട്ട് മാറും. അല്ലെങ്കിൽ കളിച്ചിരിക്കാൻ പറ്റിയ നല്ല ഗെയിമാണ്. പിന്നെ ഇതുപോലെ തന്നെ ഗെയിമിംഗ് കണ്ടൻസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ നമ്മുടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കും. അതവിടെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കാറ് ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു ഹുണ്ടായുടെ കാറാണ്. ഏതാണെന്ന് എനിക്കറിയാം. നേരത്തെ പറഞ്ഞത് എനിക്ക് കാറിനെ പറ്റിയത് അറിയില്ല. നമ്മുടെ ആകെ ഒരു 3 കാർ ചാട്ടിയാണുള്ളൂ. 3 കാറിൽ ഏറ്റവും അവസാനം കിട്ടിയ കാറായിട്ടാണത്. അവിടെ ഈ തവണയും ഇവന്മാർ പിടിക്കും എനിക്കറിയില്ല കേട്ടോ. ഇവന്മാരെ പോക്കുണ്ടോ നിങ്ങൾ? നമ്മൾ ആ കളി എടുത്തെന്ന് പറഞ്ഞാൽ ഈ കളി എന്തായാലും എടുക്കണമെന്നുള്ള. പക്ഷേ ഇതിൽ ചിലവന്മാർ ഇതൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുള്ള. ഇവന്മാർ സ്വന്തം ചെന്ന് ഇടിക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യണത്. ഇതിൽ പിന്നെ അങ്ങനത്തെ പ്രശ്നം വരില്ല. നമുക്ക് മറ്റൊരു കാരണം തട്ടിയാലും പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നം കിട്ടാമെന്നുള്ള. അവിടെ മറ്റേ സ്പോട്ടാന്ന് തോന്നുന്നു. നമ്മളെ ഒരു സ്റ്റണ്ട് കണ്ടില്ലോ, ആ ഒരു സ്ഥലമായിട്ടാണെന്ന് തോന്നുന്നു. അവിടെ ഇവന്മാരും വിറ്റാറില്ല കേട്ടോ. നമ്മളെന്തായാലും 3rd പൊസിഷനിലാണ് നിൽക്കുന്നത്. ചുറ്റും വിട്ടെടുക്കില്ല. ഡ്രിഫ്റ്റ് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഉപയോഗിച്ച സ്ക്രീൻ റെക്കോർഡ് ആപ്പിൻ്റെ അതൊന്നും ആ സൗണ്ടിൻ്റെ ഒരു ഇഷ്യൂ അതിൽ ഇൻ്റർണൽ സൗണ്ട് ഇൻ്റർണൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഡ്രിഫ്റ്റ് പക്ഷേ ഇതാണ് നമ്മൾ ആ പ്രോബ്ലം ഇതാക്കിയിട്ടുണ്ട്. അവിടെ വേണം നമ്മൾ സ്റ്റണ്ടിൻ്റെ പൊസിഷൻ എത്തിയിട്ടുണ്ട്. ഓ മോനെ സീൻ തന്നെ. ഇവിടെ ആ ഗെയിം അവസാനിക്കുള്ളതെന്ന് തോന്നിയിട്ട് നമ്മൾ മറ്റേ കഴിഞ്ഞ കളി പോലെ തന്നെ ഇവിടുന്ന് കുറച്ചുകൊണ്ട് പോകാണ്ടെന്ന് തോന്നുന്നു. അതെ അങ്ങനെ തന്നെയാണ്. ഇട്ടോടൊക്കെ ഉള്ള നമ്മളിപ്പോഴും തേടി തന്നെയാണ് കാണുന്നത്. ഇട്ടോടൊക്കെ അതിനാളുമാണ് ബാക്കി തന്നെ അധികം ആൾക്കാരൊന്നും കാണില്ല. നമ്മൾ തന്നെയാണ് നിർമ്മിക്കുന്നത് അവന്മാരുടെ. പക്ഷേ കാരണം നമുക്ക് പിടിച്ചെടുത്താൻ പറ്റില്ല. കാരണം നമ്മുടെ കാറിൻ്റെ മാക്സിമം ഇടിച്ചിടാം നമ്മൾ പോകണ്ടിട്ടോ. എന്തായാലും നമ്മൾ ഇട്ടെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. പറ്റുകയാണെങ്കിൽ എന്തായാലും നമ്മളതിനെ ഫസ്റ്റ് അടിക്കാൻ നോക്കും. ഈ ഒരു റൈസോട് നമുക്ക് നോക്കാം. കാരണം വീഡിയോയുടെ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടിട്ടാണില്ല. ഇനി ഞാൻ കാര്യം പറയാൻ പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. നമ്മളെന്തായാലും വീഡിയോയിൽ കുറച്ച് ഫാസ്റ്റ് ആക്കാൻ നോക്കാം. നമ്മൾ പരമാവധി പറ്റാവുന്ന അത്രയും വേഗത്തിൽ തന്നെ ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യും. ഗെയിം ആ റേസ് ചെയ്യിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ 3rd എത്തിയിട്ടുള്ളൂ. അങ്ങനെ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇത്രയും കളിയുള്ളവന്മാരുടെ കൂടെ 3rd ഇങ്ങനെ പിടിച്ചില്ലേ. കഴിഞ്ഞ കളി നമ്മൾ സെക്കൻഡ് എടുത്തു, ഈ കളി 3rd എടുത്തു. നമ്മളൊന്ന് വിട്ടോട്ടായിട്ട് നമുക്കത് കൂട്ടാം. അതാണ് നമുക്ക് 100 പോയിൻറ്റ്സ് എക്സ്ട്രാ കയറിയിട്ടുണ്ട് കഴിഞ്ഞ കളി തന്നെ പോകാൻ തന്നെ. അത് നമ്മുടെ റാങ്കും അപ്പായിട്ട് കേട്ടോ. പക്ഷെ ഇതാണ് ഈ പെണ്ണാണ് ജയിച്ചത്. കുഴപ്പമില്ല.
നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എൻ്റെ ഗെയിമിംഗ് കണ്ടൻസിൻ്റെ ഓരോരോ ഇതും. അപ്പോൾ നമ്മുടെ കാർഡ്സ് ഏതൊക്കെയാണെന്ന് ഇവിടെ നോക്കണേ. ഇതന്നെ എടാ, ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിൽ ആകെ 3 കാറുള്ളൂ. ആ 3 കാറാണ് നമ്മുടെ ഡിസ്പ്ലേ ചെയ്യണേ. ഇതാണ് എൻ്റെ ഗ്രാഫിക്സ് സെറ്റിങ്സ്. ഇപ്പോൾ കാണിച്ചു തന്നല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.